ഒരിക്കൽ രാവണൻ ദിഗ്വിജയത്തിനു വേണ്ടി ലങ്ക വിട്ടുപോയി. ആ ഘട്ടത്തിൽ മേഘനാഥൻ നികുംബില എന്ന കർമ്മഭൂമിയിൽ ചെന്ന് ശുക്രമഹർഷിയെ പുരോഹിതനാക്കിക്കൊണ്ട് 7 യാഗങ്ങൾ നടത്തി. അഗ്നിഷ്ടോമയാഗം, അശ്വമേധയാഗം, ബഹുസ്വർണയാഗം, വൈഷ്ണവയാഗം, മഹേശ്വരയാഗം, രാജസൂയം, ഗോസമം എന്നീ 7 യാഗങ്ങൾ നടത്തിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായ രാവണൻ സ്ഥലത്തു വന്നു. പുത്രൻ നടത്തിയ യാഗങ്ങളുടെ വിവരങ്ങൾ ശുക്രമഹർഷി രാവണനെ പറഞ്ഞു കേൾപ്പിച്ചു. വൈഷ്ണവയാഗം കഴിച്ചതു മാത്രം രാവണന് അത്ര പിടിച്ചില്ല. കുപിതനായ ശുക്രൻ രാവണന് വിഷ്ണുവിന്റെ കയ്യാൽ മരണം സംഭവിക്കുമെന്ന് ശപിച്ചു. ശൈവയാഗം നടത്തിയതോടുകൂടി മേഘനാഥൻ ശിവന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി. ശിവൻ അയാൾക്ക് സമാധി എന്ന ഒരു വിദ്യ ഉപദേശിച്ചു കൊടുത്തു. മറ്റുള്ളവരുടെ ഇടയിൽ അദൃശ്യനായി നടക്കാൻ ഈ വിദ്യ ഉപയുക്തമായിരുന്നു.